നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്നിലേക്ക് സ്വാഗതം. നമ്മളിനി ആ ദൃശ്യകലയുടെ ബാക്കിയുള്ള കലാരൂപങ്ങളാണ് പറയുന്നത്. അടുത്തത് മുടിയേറ്റാണ് പറയുന്നത്. മുടിയേറ്റ് ദേവീഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പൊതുവെ മുടിയേറ്റ് അവതരിപ്പിക്കാറുള്ളത്. കാളിയുടെയും ദാരികന്റെയും വേഷം ധരിച്ച് രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യും. സംഗീതവും നൃത്തവും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ആരാണ് അവതരിപ്പിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ കുറുപ്പന്മാരാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. കൊച്ചിയിലാണെങ്കിൽ മാരാന്മാരാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. ഏകദേശം ഉച്ച കഴിഞ്ഞ് കളിക്കാർ ക്ഷേത്ര സങ്കേതത്തിൽ എത്തുന്നതിന് മുന്നേ അങ്ങനെ തുടങ്ങും. സന്ധ്യ കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ഭാഗത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, ഇത് സ്റ്റേജ് ഒന്നും ഇല്ല കേട്ടോ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വീഡിയോ കൊടുക്കാം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. അവിടെ കാളിയെ കൊണ്ട് ദാരികനെ വധിക്കാം, നിഗ്രഹിക്കാമെന്ന് ശിവൻ എന്ത് ചെയ്യും, നാരദന് വാക്ക് കൊടുക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാളി ദാരികനൊക്കെ കയറി വരുന്നത്. പിന്നീട് ദാരികൻ വന്ന് കാളിയെ പോരിന് വിളിക്കുന്നതും ആ പോർവിളിക്ക് കാളി ഉത്തരം പറയുന്നതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വാഗ്വാദങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ നാടകം പോലെ കേളി രംഗങ്ങളൊന്നും ഇവിടെ ഇല്ല. ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ ഈ കളിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അരങ്ങു വാഴ്ത്തൽ, ദാരികന്റെ പുറപ്പാട്, കാളിയുടെ പുറപ്പാട്, യുദ്ധമൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണിക്കുന്നത്. ദാരികവധവും കഴിഞ്ഞ് കലാശം കൊട്ടുന്നതോടുകൂടി ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ചെണ്ടയും ഇലത്താളവുമാണ് പ്രധാനപ്പെട്ട വാദ്യങ്ങൾ. പിന്നെ നിലവിളക്ക്, കുത്തുവിളക്ക് പോലത്തെ ദീപ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. കിരീടം കഥകളിയോട് സാമ്യമുള്ള കിരീടമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്, കാളിക്ക് വലിയ മുടി ഉണ്ടായിരിക്കും. പിന്നെ കാതിൽ കമ്മൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാളിക്കും ഉണ്ടാവും. ഓക്കെ, ഞാൻ എല്ലാം പറയുന്നില്ല. ഇനി തിരുവനന്തപുരത്തുള്ള ചിറയൻകീഴിലെ ശാർക്കര ക്ഷേത്രത്തിലുള്ള മുടിയേറ്റ് പ്രസിദ്ധമാണ്. മുടിയേറ്റുമായി ഏറെ സാദൃശ്യമുള്ള ഒന്നാണ് പറണേറ്റ്. അപ്പോ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് പറഞ്ഞു, അത് മുടിയേറ്റാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പൂതനം തിറയാണ്. പൂതം ഭൂതഗണത്തെയും തിറ കാളിയേനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പൂരവേല തുടങ്ങുന്നതിന് മുന്നേ ആര് പുറപ്പെടും? പൂതം പുറപ്പെടും. ലാസ്റ്റ് ദിവസം മാത്രമേ ആര് പുറപ്പെടുകയുള്ളൂ? തിറ പുറപ്പെടുകയുള്ളൂ. മണ്ണാന്മാരാണ് ഇത് കെട്ടാറുള്ളത്. നല്ല മെയ്വഴക്കം വേണം ഇത് അവതരിപ്പിക്കാൻ. ഇതിന്റെ മുടി എന്ന് പറയുന്നത് അർദ്ധവൃത്താകൃതിയുള്ള മുടിയായിരിക്കും. അതാണ് തലയിൽ വെക്കാറുള്ളത്. പിന്നെ ആ മുടി എന്ന പീലികളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. പൂതനാണെങ്കിൽ പൂതന് പൊയ്മുഖം ഉണ്ടാവും. പൂതൻ തിറയ്ക്കും പല നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ എന്ത് ചെയ്യും, ഇവര് വീടുകൾ തോറും പോയി അവിടെ നിന്ന് എന്താണ് ചെന്ന് നൃത്തം ചെയ്യുമ്പം അവര് വിളക്കൊക്കെ വെച്ച് നെല്ലും അരിയും പണമൊക്കെ ഇവർക്ക് കൊടുക്കും. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പൊതുവെ ഇത് പ്രചാരത്തിലുള്ളത്. പറയും തുടിയുമാണ് ഇതിന്റെ വാദ്യങ്ങൾ. ഇനി മറ്റൊരു ഭദ്രകാളിക്കാവൽ, ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട ഒന്ന് മുടിയേറ്റാണ്, രണ്ട് പൂതനം തിറയാണ്, ഇനി മൂന്നാമത്തെയാണ് പാന. കേരളത്തിലെ ഭദ്രകാളി കാവുകളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പാന. പാന നമ്മൾ അങ്ങനെ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവില്ല. പാനക്കൊരു പന്തൽ ഉണ്ടാവും. ഈ പന്തലിന് 64 കാലുണ്ടാവും. ഈ പന്തലിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ പാന നടത്തുന്നത്. 4 മുഖവും 4 തട്ടുകളും ഈ പാനപ്പന്തലിലുണ്ട്. ഇതിന്റെ മധ്യത്തിലായിരിക്കും എന്തുണ്ടാവുക, ഒരു 16 കാലുള്ള ഒരു പാന. അതിന്റെ ഉള്ളിലാണ് ഭദ്രകാളി തട്ടകം. അതിന്റെ കിഴക്ക് വേട്ടക്കുരുമകൻ തട്ടകം, വടക്ക് ശാസ്താവ്, തെക്ക് വാദ്യം, പടിഞ്ഞാറ് കാണികൾ. അങ്ങനെയാണ് ഈ പന്തല് നിർമ്മിച്ചിട്ടുണ്ടാവുക. പിന്നെയോ പാട്ടും മേളവും നൃത്തങ്ങളൊക്കെ ഉണ്ടാവും. ഭദ്രകാളി സ്തുതി ഗീതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണും. പറ, ചെണ്ട, മദ്ദളം, ഇലത്താളം, കുഴലി, കൊമ്പ്, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദ്യോപകരണങ്ങളാണ്. പിന്നെയോ പാനയ്ക്ക് കേളി കൊട്ടും, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാണികളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട്. കേളികൊട്ടിന് ശേഷമുള്ള ഒരു ചടങ്ങാണ് പാനപിടുത്തം. കേളികൊട്ടിന് ശേഷം പാനപിടുത്തം. എങ്ങനെയാണ് ഈ പാനപിടുത്തം? പാലക്കൊമ്പ് കൊണ്ടുള്ള പാനത്തണ്ടും പൂക്കുലിയും ഏന്തി പാനസംഘം നൃത്തം ചെയ്യുന്നതാണ് പിടുത്തമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ 2 തരം പാനയുണ്ട്, കളിപ്പാനയും പള്ളിപ്പാനയും. കളിപ്പാന, പള്ളിപ്പാന. ഒരു പകല് കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ കളിപ്പാനയും, ഒരു രാപ്പകൽ കൊണ്ട് തീരുന്നതാണെങ്കിൽ അതിനെ പള്ളിപ്പാനയും എന്നാണ് പറയാം. ഈ പാന അവസാനിക്കുന്ന ദിവസത്തിൽ ഒരു കനൽ ചാട്ടവും പൊതുവെ നടത്താറുണ്ട്. ഇനി അടുത്ത കലാരൂപമുണ്ട്. തൽക്കാലം അതിനു മുന്നേ പിന്നെ ഭദ്രകാളി കാവുകളിൽ നിലവിലുള്ള ഒരു കലാരൂപം കൂടി ഉണ്ട്, അർജുന നൃത്തം. മുഖത്ത് പച്ച തേച്ച് നല്ല കിരീടമൊക്കെ ചാർത്തി ചമന്ന കുപ്പായവും കടകവും ഒക്കെ ഇട്ട് നടത്തുന്ന കലാരൂപമാണ് അർജുന നൃത്തം. കാലിൽ കച്ചമണിയും അതുപോലെ തന്നെ ഉടുത്തുകെട്ടിന്റെ സ്ഥാനത്ത് മയിൽപ്പീലിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ മയിൽപ്പീലി നൃത്തമെന്നും നമ്മൾ പൊതുവെ വിളിക്കാറുണ്ട്. ചെണ്ടയും മദ്ദളവും ഇലത്താളവുമാണ് അർജുന നൃത്തത്തിന്റെ വാദ്യങ്ങൾ. പിന്നെയോ
പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ടാണ് പാട്ടുണ്ടാവുക. കത്തിച്ച് വെച്ച നിലവിളക്കിന്റെ പ്രകാശത്തിൽ രാത്രിയിലാണ് ഇതിന്റെ നൃത്തം അവതരിപ്പിക്കാറുള്ളത്. ഒറ്റയ്ക്കും രണ്ടുപേര് ചേർന്നൊക്കെ ഇത് അവതരിപ്പിക്കാറുണ്ട്. പ്രധാനമായും കോട്ടയം ആലപ്പുഴ ജില്ലകളിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. ഏകദേശം 200 വർഷത്തെ പഴക്കമെങ്കിലും ഈ കലാരൂപത്തിനുണ്ട്. അതായത് സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ നിപുണനായ അർജുനൻ എന്ത് ചെയ്തു? ഉചിതമായ വേഷം ധരിച്ച് ഭദ്രകാളിയെ പ്രസാദിപ്പിക്കാൻ നൃത്തം ചെയ്തു എന്നുള്ളതാണ് അർജുന നൃത്തവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കഥ. ഇതും കൂടി അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കണം. താങ്ക് യു.